സ്വാമിയേ ഹരിഹരസുതനേ ഹരിയേ ഗുരുവേ ഗുരുനാഥനേ ഗുരുനാഥപാദമേ മാതാപിതാ ഗുരുദൈവങ്ങളേ കുലദൈവമേ സ്വാമിയേ ശരണമയ്യപ്പ. ശബരിമല തീർത്ഥാടനത്തിൻ്റെ ഒരു ഘട്ടമാണ് കെട്ടുനിറ. മാലയിടുന്നതോട് കൂടിയിട്ടാണ് ശബരിമല തീർത്ഥാടനം ആരംഭിക്കുന്നത്. വൃശ്ചികം 1 മാലയിട്ടിട്ട് ഭഗവാന്റെ മുദ്ര കഴുത്തിൽ ധരിക്കുകയാണ്. അതിൽ 108 മണികൾ വേണമെന്നുള്ളതാണ് സങ്കല്പം. 108 ധാരാളം തത്വങ്ങൾ നമ്മുടെ സനാതന സംസ്കാരത്തിൽ പറയുന്നുണ്ട്. നമ്മുടെ ശാസ്ത്രത്തിനെ പറ്റിയിട്ടും എല്ലാമായിട്ടും 108 ധാരാളം പ്രധാനമുണ്ട്. അഷ്ടാത്രികളൊക്കെ 108ആണ്. അങ്ങനെ 108 മണികളുടെ മാല ധരിച്ചിട്ടാണ് നമ്മൾ വ്രതം ആരംഭിക്കുന്നത്. അപ്പോൾ നാളികേരം ഉടച്ച് അത് എല്ലാ വിഘ്നങ്ങളും തീർത്തുകൊണ്ട് ക്ഷേത്രത്തിൽ നിന്നൊക്കെ പൂജിച്ചിട്ടുള്ള മാലയാണ് നമ്മൾ ധരിക്കുന്നത്. അതിനുശേഷം നമുക്ക് വ്രതം ആരംഭിക്കുകയാണ്. അപ്പോൾ അതിലെ ഒരു രണ്ടാമത്തെ ഘട്ടമാണ് മുദ്ര ധരിച്ചവർ ശബരിമലയ്ക്ക് പുറപ്പെടുമ്പോൾ കെട്ട് നിറയ്ക്കുക എന്നുള്ളത്. സ്വാമിയേ അയ്യപ്പോ ഭഗവാനേ ഭഗവതിയേ. ഇരുമുടിക്കെട്ടിൻ്റെ തത്വം ഒരു മുൻകെട്ടും പിൻകെട്ടുമായിട്ടാണ്. ഇപ്പോൾ ഒരു സഞ്ചിയിൽ നിറയ്ക്കും പോലെയല്ല. ഇപ്പോൾ മുൻകെട്ടിൽ നിറയ്ക്കുന്നതൊക്കെ ഭഗവാന് അഭിഷേകം ചെയ്യാനുള്ള സാധനങ്ങളും അവിടുത്തെ പൂജാ സാധനങ്ങളുമാണ്. പിൻകെട്ടിലൊക്കെ നിറയ്ക്കുന്ന സാധനങ്ങളൊക്കെ നമുക്ക് ഭക്ഷണം പഴയകാലത്തൊക്കെ നടന്നു പോകണം, അപ്പം ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിക്കാനൊക്കെയുള്ള സാധനങ്ങളാണ് പിൻകെട്ടിൽ നിറയ്ക്കുക. സ്വാമി ശരണം അയ്യപ്പ ശരണം ദേവൻ ശരണം സ്വാമിയേ. ജന്മങ്ങളിലൊക്കെ ആർജിച്ചിട്ടുള്ള ധാരാളം കർമ്മങ്ങളുണ്ടാവും. ആ കർമ്മങ്ങളുടെ ഫലങ്ങളുണ്ടാവും. അതിൽ നല്ല സുഹൃതങ്ങളുണ്ടാവും, ദുഷ്കർമ്മങ്ങളുണ്ടാവും. ആ ദുഷ്കർമ്മങ്ങളൊക്കെ തീരണം. സുഹൃതമൊക്കെയാണ് ഭഗവാനിലേക്ക് എത്തിക്കേണ്ടത്. ആ സുഹൃതമാണ് മുൻകെട്ടിൽ നിറയ്ക്കുന്നത്. നമ്മൾ പിൻകെട്ടിലൊക്കെ നമ്മുടെ ജീവിത പ്രാരാബ്ദങ്ങൾക്കുള്ള വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ്. അതാണ് പിൻകെട്ടിൻ്റെ തത്വം. നമ്മുടെ യാത്ര ആരെ കാണാൻ. മുൻകെട്ടിൽ ഭഗവാന് അഭിഷേകം ചെയ്യാനുള്ള നെയ്ത്തേങ്ങയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അത് നാളികേരത്തിൻ്റെ ഏറ്റവും കല്ലുപോലെ ഉണങ്ങിയിട്ടുള്ളതായിട്ടുള്ള അത്രയും ഉണങ്ങിയ നല്ല വെള്ളം വറ്റിപ്പോവുകയും ചെയ്യരുത്. അങ്ങനെയുള്ള നല്ല വിളഞ്ഞ നാളികേരം എടുത്ത് തുളച്ച് അതിൽ നമ്മുടെ ജീവാത്മാവാകുന്ന ആ ഭക്തി നിറഞ്ഞിട്ടുള്ള ഭക്തിയാണ് നമ്മുടെ ഭഗവാനിലേക്ക് സമർപ്പിക്കേണ്ടത്. നമ്മുടെ ജീവാത്മാവിനെ പരമാത്മാവിലേക്ക് ലയിപ്പിക്കുക എന്നുള്ളതാണ് ഈ നെയ്യഭിഷേകം കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ആ നെയ്യ് നമ്മുടെ ആ ജീവാത്മാവാണ്. ആ ജീവാത്മാവിനെ ആ നാളികേരത്തിലേക്ക് നിറച്ച് കാർക്കിട്ട് ഉറപ്പിച്ച് പിന്നെയും ഒരു തുള്ളി പുറത്ത് പോകാത്ത രീതിയിൽ ഭദ്രമാക്കി വെച്ചിട്ട് അത് ഭഗവാനിലേക്ക് കൊണ്ടുപോയിട്ട് അഭിഷേകം ചെയ്യാണ്. അപ്പോൾ അഭിഷേകം ചെയ്യുമ്പോൾ എന്താണ്, നമ്മുടെ ജീവാത്മാവ് പരമാത്മാവുന്ന അയ്യപ്പനിലേക്ക് അങ്ങോട്ട് ലയിച്ച് ചേരുകയാണ്. നമ്മുടെ ജന്മത്തിൻ്റെ ജീവൻ്റെ ഒക്കെ തത്വം ജീവാത്മാവിനെ പരമാത്മാവിലേക്ക് ലയിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ലയിപ്പിച്ച് കഴിഞ്ഞാൽ ആ ജഡമാകുന്ന നാളികേരം നമ്മൾ അഗ്നിയിൽ ഹോമിക്കണം. നമ്മുടെ മരിച്ചു കഴിഞ്ഞാലോ നമ്മുടെ ജീവൻ നമ്മുടെ ശരീരത്തിൽ വിട്ടു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തെ അഗ്നിയിൽ ഹോമിക്കണം. അതിന് തുല്യമായിട്ടാണ് ആ നെയ്യ് എടുത്തു കഴിഞ്ഞ ശേഷം ആ അഗ്നിയിൽ ഹോമിക്കുന്നത്. കാണിപ്പൊന്നും നെയ്യഭിഷേകം അവിലും മലരും കൊട്ടത്തേങ്ങ കദളിപ്പഴവും. മുൻകെട്ടിൽ വെക്കുന്ന ധാരാളം സാധനങ്ങളുണ്ട്. കർപ്പൂരം, ഭഗവാന് കർപ്പൂരപ്രിയനാണ്. അല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള കർപ്പൂരം. പിന്നെ അവിടെ അഭിഷേകം ചെയ്യേണ്ടുള്ള എല്ലാം പൂജിക്കേണ്ടതെല്ലാം നിവേദ്യത്തിനുള്ള സാധനങ്ങൾ അവില്, മലര്, കൽക്കണ്ടം, മുന്തിരി, തേന്, നെയ്യ് ഇത്യാദി സാധനങ്ങളാണ് മുൻകെട്ടിൽ വെക്കുന്നത്. പിന്നെ ഭഗവാന് വേണ്ടിയിട്ടുള്ള കളഭം, ഭസ്മം, പിന്നെ മാളയപ്പുറത്തേക്ക് വേണ്ടിയിട്ടുള്ള കുങ്കുമം, മഞ്ഞൾപ്പൊടി, ഇത്രയും സാധനങ്ങളാണ് നമ്മൾ മുൻകെട്ടിൽ നടക്കുക. എല്ലാം നീയുള്ളവനും എന്നെ തന്നെ സ്വാമിയേ. മുൻകെട്ടിൽ അതുകൂടെ തന്നെ 18 പടിക്ക് അടിക്കാനുള്ള നാളികേരം, തിരിച്ചിറങ്ങുമ്പോൾ അടിക്കാനുള്ള നാളികേരം, ഇതൊക്കെ നമ്മൾ ഈ കെട്ടിൻ്റെ അകത്താണ് വെക്കുക. അങ്ങനെ കെട്ട് ഇരുപടി കെട്ടുമായിട്ടാണ് നമ്മൾ പുണ്യപാപ ചുമടുമായിട്ടാണ് നമ്മൾ ശബരിമലയ്ക്കുള്ള തീർത്ഥാടനം. അല്ല അതിൻ്റെ കാണിപ്പണം കെട്ടാനുള്ള സമ്പ്രദായമുണ്ട്. കാണിപ്പണത്തിൽ എന്ന് പറഞ്ഞാൽ വെറ്റിലയിൽ ദക്ഷിണയും അടയ്ക്കയും തുളസിയും ഭസ്മൊക്കെ ഇട്ട് ആ കാണിപ്പണം കെട്ടിയിട്ട് തെക്കേ സൈഡിലേക്ക് കാണിപ്പൊന്നാണ് പറയുക. അത് ഒരു വർഷം കൊണ്ട് നമ്മൾ സമ്പാദിക്കുന്ന ഈശ്വരന് വേണ്ടി സമ്പാദിക്കുന്ന പണം കൊണ്ട് അത് കൊടുത്ത് ഒരു പൊന്ന് വാങ്ങിച്ചിട്ട് അത് ഭഗവാനെ കൊണ്ടുപോയിട്ട് സമർപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ കാണിപ്പണം നമ്മൾ കെട്ടുന്നു. ആ കാണിപ്പണമായിട്ടാണ് നമ്മൾ ശബരിമലയിലേക്ക് പോകുന്നത്. ആ കാണിപ്പണം ഭഗവാന്റെ ആ കാണിക്ക വഞ്ചിയിൽ സമർപ്പിക്കാനുള്ളതാണ്. ഇതൊക്കെ നമ്മളൊരു വർഷം കൊണ്ടൊക്കെ നേടിയെടുക്കുന്ന ഒരു നിശ്ചിത സമ്പാദത്തിലൊരു ഭാഗം ഭഗവാനിലേക്ക് അവിടെ കൊണ്ടുപോയി സമർപ്പിക്കുകയാണ്. കെട്ടും കെട്ട് ആരുടെ കെട്ട്, സ്വാമിയുടെ കെട്ട് സ്വാമിയേ. ശബരിമല വ്രതത്തിലുള്ള എല്ലാ കാര്യങ്ങളും തന്നെ നമ്മൾ സാധാരണക്കാരായ നമ്മൾ ലൗകിക ജീവിതത്തിൽ ജീവിക്കുന്ന നമുക്കെങ്ങനെ നല്ലൊരു ഈശ്വരനിലേക്ക് എത്തിച്ചേരാം, ധാർമ്മികമായിട്ട് ജീവിക്കാം, അത് പഠിപ്പിക്കാനാണ് ഈ 41 ദിവസ വ്രതത്തിൽ എല്ലാ ചര്യകളും. സത്യം പറയണം, ധർമ്മത്തിൽ ആചരിക്കണം, മിതമായിട്ട് ഭക്ഷണം കഴിക്കണം, മിതമായിട്ട് ഉറങ്ങണം, സുഖത്തിൽ ആണ്ട് പോകരുത്,
നമ്മുടെ ശരീരത്തിൽ തന്നെ അതിന് വേണ്ടി പാകപ്പെടുത്താണ്, ശരീരത്തിനെയും മനസ്സിനെയും പാകപ്പെടുത്താണ് ഈ ഒരു തരത്തിൽ ഓരോ ശരീരങ്ങളും. കറുപ്പുടുക്കാണ് നമ്മുടെ വേഷഭൂഷാദികളല്ല നമ്മൾ എന്നുള്ളത് നമ്മുടെ അഭിമാനം എന്നുള്ളത്. അപ്പോൾ ഏത് വേഷമെടുത്താലും ഭഗവാനിലേക്ക് ചേരേണ്ടതായിട്ടുള്ള വേഷം കലിയുടെ ദോഷങ്ങളൊക്കെ ഇല്ലാതെയാക്കുന്ന കറുപ്പ് വസ്ത്രം എടുത്തുകൊണ്ടാണ് പോകുന്നത്. ഇപ്പോൾ പോയാൽ സ്വാമി പാദം, സ്വാമിയേ അയ്യപ്പോ, ഈശ്വരനേ സ്വാമിയേ, ഭഗവാനേ ഭഗവതിയേ. ലോകത്തിന് ഭാരം നൽകിയിട്ട് ഏറ്റവും വലിയൊരു സംഭാവനയാണ് ഈ സനാതന സംസ്കാരത്തെ അടിയുറച്ചിട്ടുള്ള ശബരിമല തീർത്ഥാടനം. അത് നമ്മെ ഭഗവാനിലേക്ക് ഉയർത്തുന്ന വലിയൊരു പ്രക്രിയയാണ്. അതെല്ലാവർക്കും സാധിക്കുമാറാട്ടെ. ലോകത്തിന് മുഴുവൻ മംഗളം ഉണ്ടാവട്ടെ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. സ്വാമിയേ ശരണയ്യപ്പ.